കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉച്ചക്കുളം നഗർ നിവാസികൾ സമ്മതിച്ചത് സബ് കളക്ടർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 11:30 മുതൽ നടത്തിയ ചർച്ച ഫലം കണ്ടത് വൈകുന്നേരം 3 മണിയോടെയാണ്. മൂത്തേടം ഉച്ചക്കുളം നഗറിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് ഇന്ന് രാവിലെ 11:15 കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടിൽ പോത്തിനെയും ആടുകളെയും മേയ്ക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ഉച്ചക്കുളം ഭാഗത്ത് വെച്ചാണ് സരോജിനിയെ കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിക്കുകയും വീണ സരോജിനിയുടെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തത്. ഇതോടെ ഒപ്പമുള്ളവർ ഓടി രക്ഷപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ സരോജിനി മരണപ്പെട്ടു. ഇതോടെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉച്ചക്കുളം നഗർ നിവാസികൾ തടഞ്ഞു. നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ധനിക് ലാൽ, നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രൻ, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അജിത് എന്നിവർ സംസാരിച്ചെങ്കിലും വീട്ടുകാരും നഗറിലെ കുടുംബങ്ങളും അനുവദിച്ചില്ല. ഒടുവിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് വൈകുന്നേരത്തോടെ കൊണ്ടുപോകാൻ അനുവദിച്ചത്. ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി. ഉച്ചക്കുളം നഗറിന് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കാമെന്നും സോളാർ തൂക്കുവേലി നിർമ്മിക്കാമെന്നും ഉറപ്പു നൽകി. സരോജിനിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകും. 5 ലക്ഷം ഉടൻ കൈമാറും. വനത്തിനുള്ളിൽ വനവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. മുൻ എംഎൽഎ പി വി അൻവർ, ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ്, കെപിസിസി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലോളി മെഹബൂബ്, തോപ്പിൽ ബാബു, സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ, മൂത്തേടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ, ആദിവാസി ക്ഷേമസമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 1 മാസത്തിനുള്ളിൽ 10 പേരുടെ ജീവനാണ് കാട്ടാന എടുത്തതെന്ന് പി വി അൻവർ പറഞ്ഞു. വനവാസികൾക്ക് കാട്ടിനുള്ളിലും ജനങ്ങൾക്ക് നാട്ടിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതികളുടെ ഇരകളാണ് മരണപ്പെട്ടവർ. കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാര തുകയ്ക്കുള്ള ചെക്ക് മുൻകൂട്ടി വനമന്ത്രിയും സർക്കാരും തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു. എനിക്ക് തോന്നുന്നു ഈ മാസം 10ാമത്തെ മരണമാണ്. 7 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതാ മരിച്ച വീടുകളിൽ. അപ്പൊ ഈ ദുരന്തം തുടരുകയാണ്. ഇപ്പൊ ഡിഎഫ്ഒ വരും, കളക്ടർ വരും, മറ്റൊരു വരും, മറിച്ചോല് വരും. ഒരു 5 ലക്ഷത്തിന്റെ ചെക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ കിട്ടുന്ന കോമ്പൻസേഷൻ വെറും 10 ലക്ഷമാണ്. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം കേന്ദ്രം നൽകുന്ന, കേന്ദ്രം ആൾറെഡി പൈസ കൊടുത്ത് 5 ലക്ഷം അവിടെ എഴുതി വെച്ചിരിക്കുക. ആളെ പേര്, അടുത്ത രക്തസാക്ഷി ആരാണ് എന്ന് അറിയാൻ കാത്തിരിക്കുക. ആ എഴുതി ഒപ്പിട്ടത് കൊടുക്കും. പിന്നെ 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പൊ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരു മനുഷ്യൻ മരിച്ചാൽ 25ഉം 50ഉം ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരവസ്ഥ ഈ നാട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതൊരു വളരെ വലിയ വിഷയമാണ്. ഇതിന്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇപ്പൊ ഇവരിപ്പോ കാട്ടിലാണെന്ന് പറയും. വനാവകാശികൾ കാട്ടിലല്ലാതെ കടലിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവര് ജീവിക്കുന്ന അവരുടെ കോളനിയുടെ ചുറ്റുപാടും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ഗവൺമെന്റിനുണ്ട്. 1-2 കിലോമീറ്റർ അവർ കൃഷി ചെയ്യുന്ന ആ വീടിന് ചുറ്റുമല്ല, അവരുടെ കൃഷി പ്രദേശങ്ങൾ. ഇപ്പൊ ആട് മേയ്ക്കാൻ പോയതാണ്. ഉൾക്കാട്ടിലല്ല, ഇവരെന്താ പറയാ, കാട്. വനവാസികൾ മുഴുവൻ കാട്ടിലല്ലേ. കരുളായിൽ മണി മരിച്ചവൻ പറഞ്ഞു കാട്ടിന്നാ ചവിട്ടിക്കൊന്നു. മണി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിലിട്ടാ ചവിട്ടിക്കൊള്ളുന്നത്. അപ്പം വനവാസികളെ വനത്തിൽ നിർത്തുമ്പം അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാൻ ഒരു മാർഗമില്ല. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു എന്താ പറയാ, ഭരണകൂട ഭീകരത ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യർ ഇറങ്ങിപ്പോകുക എന്നത് അവരുടെ ആവശ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഫോറസ്റ്റ് എടുക്കുന്നത്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്തും സർക്കാർ നിലപാടിനെ വിമർശിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.